ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നതാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം ടൂറാണ് നമ്മുടെ. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളെ വീടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ആദ്യം അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. താഴേന്ന് എടുക്കാൻ ഇപ്പോൾ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ റിസ്ക് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ മുകളിലാണ്, കണ്ടോളൂ, മുകളിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മേൽക്കൂരേൻ്റെ. നമുക്ക് താഴെ ചെന്നിട്ട് ഗേറ്റിൻ്റെ അടുത്തൊന്നും ഒരു ഇൻട്രോ എടുത്തിട്ട് വരാമേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ മതിലെല്ലാം. ഇതാണ് നമ്മുടെ വീട്. നമ്മളപ്പോൾ നമ്മുടെ വീട്ടിൽ നേരെ കയറാൻ പോവുകയാണ്. ഇത് മൊത്തം വിറകാണ്. അപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു ഹോം ടൂറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഒരു ഓർമ്മ വെച്ച് തുടങ്ങുമ്പോൾ ഈ വീട് വെച്ചത് 2011 ഞാൻ ജനിച്ചപ്പോഴാണ് ഈ വീട് വെച്ച് ഇതിൻ്റെ പാല് കാച്ചൊക്കെ കഴിഞ്ഞത്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ, അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് നാലാമത്തെ വീടാണെന്നാണിത്. നമുക്കപ്പോൾ അമ്മൂമ്മ ഇടയ്ക്ക് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഈശ്വരമ്മേ, നമ്മുടെ ഇത് എത്രാമത്തെ വീടാ? ഞങ്ങളെ നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ എഴുതി അപ്പച്ചിക്ക് കൊടുത്തത് അപ്പച്ചിയുടെ ഓഹരിയായി ഇത്. എന്നിട്ട് അവര് വേറെ അപ്പച്ചിമാരുണ്ടായിരുന്നു, അതുകൊണ്ട് അവരെല്ലാരും കൂടെ അവിടെ താമസിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഷെഡ് കെട്ടി താമസിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നൊരെണ്ണം വെച്ചപ്പോൾ അച്ഛന് നല്ല വര വെക്കാൻ പാറ്റപ്പോൾ അപ്പൂപ്പനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അതങ്ങനെ വിട്ടിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു വര വെച്ചു, നല്ലൊരു വര. 2-3 മുറിയും 5 മുറി ഉണ്ടായിരുന്നു എല്ലാം കൂടെ. അത് പൊളിച്ചാൽ ഇത് വെച്ച് അത് 10-15 കൊല്ലം കിടന്നു. ഇതപ്പം 4ാമത്തെ വീടല്ലേ? അപ്പം അമ്മമ്മയുടെയൊക്കെ ചോദിച്ചപ്പം കറക്റ്റ് ഇത് 4ാമത്തെ വീട്. ഇതാണ് നമ്മുടെ പൂജയുടെ, പൂജയല്ല നമ്മൾ, അപ്പോൾ നമ്മുടെ യേശുരമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ ഓരോ മുറിക്കകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഓക്കെ, ഞങ്ങളിതാ കയറി. ഇതാണ് നമ്മുടെ ഹാള്. എനിക്കഥ വന്നിട്ടെ കയറിക്കോളൂ. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഹാള്. നമ്മുടെ TV, ഇത് നമ്മുടെ TV. ഇവിടെ ഒരു അക്വാറിയം ഒക്കെ, വേറെ സാധനങ്ങൾ. ഇത് നമ്മുടെ ബുക്ക് ഷെൽഫാണ്. ഇത് പിന്നെ ഷോക്കേസ്. ഇത് എൻ്റെ അച്ഛനും അമ്മയും. ഇത് ഞാൻ നിവേദ് ജനിച്ചപ്പോൾ അവൻ്റെ നൂലേട്ടിന് എങ്ങാണ്ട് എടുത്ത ഫോട്ടോയാണ്. ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ, ഇത് എൻ്റെ അമ്മയുടെ അമ്മ. ഈ അമ്മൂമ്മയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത് നിവേദും ആയിട്ടുള്ളൊരു ഫോട്ടോയാണ്. ഇത് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു ഫാമിലി ഫോട്ടോ. ക്ലിയർ ആണോ? യെസ്. ഇത് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ജന്മദിനത്തിന് ജസ്റ്റ് ഇവിടെ ഒരു ചെറിയ പാർട്ടി ഫങ്ഷൻ പോലെ വെച്ചായിരുന്നു. അപ്പോൾ അതിന് അമ്മമ്മയ്ക്ക് കിട്ടിയതായത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോക്കേസ്. പിന്നെ ഇതാണ് എൻ്റെ ജനിച്ചപ്പോൾ ഉള്ള ഫോട്ടോ. ഇത് ഞാനും അച്ഛൻ, ഇതെനിക്ക് ചോറ് തന്നപ്പോൾ ഉള്ള ഫോട്ടോ. പിന്നെ ഇത് അച്ഛന് KSFയിലാണ് അച്ഛന് ജോലി. അപ്പോൾ അവിടുന്ന് അസിസ്റ്റന്റ് മാനേജർ ആയപ്പോൾ അവിടുന്ന് കിട്ടിയതാണിത്. ഇത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഇതെൻ്റെ അമ്മയുടെ അച്ഛൻ ഇരിക്കുന്നത്. അച്ഛൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ്. അമ്മയുടെ അച്ഛൻ്റെ പേര് ശിവൻകുട്ടിക്കുറുപ്പ് എന്നാണ്. ഇത് ശിവൻകുട്ടിക്കുറുപ്പ് അപ്പൂപ്പനും ഇവിടെ നിൽക്കുന്ന അമ്മയുടെ അമ്മ ശ്യാമള അമ്മ എന്നാണ് പേര്.
ഈ അമ്മയുടെ പേര് ഈശ്വരി അമ്മൂമ്മ എന്നാണ്. അപ്പോൾ ഹാളിലെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഹാളിൽ നിന്നും നമുക്ക് നേരെ കാണുന്ന നമ്മുടെ ഈ അമ്മുമ്മയുടെയാണ്, ഈശ്വരി അമ്മുമ്മയുടെ. ഇതാണ് അപ്പം അമ്മുമ്മയുടെ മുറി. ഇത് കൊച്ചച്ചൻ. ഒരു ഹൈ പറഞ്ഞേ. യെസ്, ഇതാണ് അപ്പം നമ്മുടെ കൊച്ചച്ചൻ. ഇവിടുന്ന് അവനെ നേരെ വന്ന് കാണുമ്പോൾ ഇല്ല മുറി ആണ്, അച്ഛൻ്റെ അമ്മയുടെ ബെഡ്റൂമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ റൂം. ഇതാണ് റൂം. അതും പിന്നെ നമ്മുടെ വയലിനും, ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പാട്ടും വയലിനും ഇതൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങളത് നിർത്തി. ഇത് ഞങ്ങളുടെ കീബോർഡാണ്, ഇത് വയലിൻ. നമ്മൾ ഈ ഇടയ്ക്ക് നമ്മളൊന്നും വയലിൻ പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ നിർത്തി. സാറിന് വയ്യ, അതാണ് പ്രശ്നമായത്. ഇനി നമ്മൾ അവസാനമായിട്ട് പോകുന്ന മുറി ഇതാണ്. ദേ ഈ മുറിയാണ് അമ്മയുടെ. അപ്പോ അമ്മുമ്മ ഉള്ളപ്പോ ഇപ്പൊ എന്താ പറയാ, ഇത് ചിലപ്പം ഞങ്ങൾ ചിലപ്പോൾ ഇവിടെയൊക്കെ വന്ന് കിടക്കും, ചിലപ്പോൾ അമ്മയുടെ കൂടെ പോയി കിടക്കും. ഇതാണ് അപ്പം ഞങ്ങളുടെ മുറിയാണ്. അപ്പോൾ ഇത് എൻ്റെയും ഇവൻ്റെയും റൂമായിരുന്നു. പക്ഷെ അമ്മമ്മ വന്നപ്പോൾ ഇത് അമ്മമ്മയ്ക്ക് ഞങ്ങൾ കൊടുത്തു. ഹായ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഇതിപ്പോൾ 2 കട്ടിലായതുകൊണ്ടാണ് 2 ഇത് വെച്ചിരിക്കുന്നത്. ഇത് വേറെ കട്ടിലും ഇത് വേറെ കട്ടിലുമാണ്. അത് എൻ്റെ കട്ടിലും, ഈ മഞ്ഞ എൻ്റെ കട്ടിലും, ഇത് മറ്റേ നിവേദൻ്റെ കട്ടിലും. ഇത് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കുന്നൊരു ബാസ്ക്കറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പെട്ടിയാണ്. ഈ പെട്ടി ഞങ്ങൾ വാങ്ങിച്ച പെട്ടിയല്ല, ഞങ്ങളുടെ അപ്പൂപ്പൻ മിലിറ്ററിയിലായിരുന്നു. അതായത് ഈ അപ്പൂപ്പൻ മിലിറ്ററിയിലായിരുന്നു. അതായത് ഈ അമ്മയുടെ ഹസ്ബൻഡ് മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ മരിച്ചപ്പോൾ കിട്ടിയ, അതായത് ഈ ആർമിക്കാരുടെയൊക്കെ ഡ്രസ്സൊക്കെ വെക്കുന്ന പെട്ടിയില്ലേ, അതാണ് ഈ പെട്ടി. അപ്പോൾ അപ്പൂപ്പൻ്റെ ഡ്രസ്സ് ഇടുന്ന പെട്ടിയായിരുന്നു ഇത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നതാണ്. അപ്പോൾ ഇതാണ് ആ പെട്ടിയുടെ ഒരു കഥ. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ഡൈനിങ് ടേബിൾ. ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. ഇത് പിന്നെ ഡൈനിങ് ഷെൽഫ് എന്ന് പറയും ഞങ്ങൾ. ഞങ്ങളുടെ പഴയ സ്കൂളിൽ നിന്ന് കിട്ടിയതാണിത്, MNPM സെൻട്രൽ സ്കൂൾ. പക്ഷെ അതിപ്പോൾ ഇല്ല. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഷെൽഫ്. ഇനി നമുക്ക് അടുക്കളയുണ്ടല്ലേ, അപ്പം നമുക്ക് അടുക്കളയിലോട്ട് കയറിയാലോ. ഇതാണ് നമ്മുടെ അടുക്കള. നമ്മുടെ ഫ്രിഡ്ജ് ലിഫയറിൻ്റെ ഫ്രിഡ്ജാണ്. കിച്ചൺ സെറ്റ്. ഇതാണ് നമ്മുടെ അടുക്കള. ഉണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഡബിൾ ഡോറിൻ്റെയാണ്. ഇത് നമ്മുടെ വേറെ ചോറൊക്കെ വെക്കുന്ന ഇവിടെ അല്ല, ഇത് വേറെ സംഭവമാണ്. മുമ്പേ അമ്മൂമ്മ പറഞ്ഞില്ലായിരുന്നോ 4ാമത്തെ വീടാണിതെന്ന്. അമ്മൂമ്മ പറയുന്നത് ഇതിപ്പം ഇപ്പോഴാണ് ഇത് കിച്ചൺ ആക്കിയത്. പണ്ടത്തെ മുറിയായിരുന്നു ഇത്. ഇതും പണ്ടത്തെ മുറിയായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ കിച്ചണായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചോറൊക്കെ വെക്കുന്നത് ഇവിടെയാണ്. ഈ മുറി ഞങ്ങൾ പൊത്താൻ മുറിയാക്കിയിട്ട് ഇവിടെ
വെച്ചിട്ട് ലൈറ്റ് ഒന്ന് ഇടട്ടെ. ഇത് ഞങ്ങളുടെ പൊത്താമുറിയാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് പിന്നെ ബാക്കിലോട്ട് പോകുന്ന വഴി. ഞങ്ങൾ പോകുന്നില്ല. നമ്മുടെ വീഡിയോ വൈകുന്നേരമാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് തന്നെയും ലൈറ്റ് ഇച്ചിരി കുറവാണ്. നമ്മുടെ സ്കൈ നോക്കിക്കേ, വളരെ നല്ലൊരു സ്കൈ ആണ്. ഓയ് നമ്മുടെ ചന്ദ്രൻ അണ്ണൻ അവിടെ നിൽപ്പുണ്ട്, കാണാൻ പറ്റത്തില്ലായിരിക്കും. ചെറിയൊരു നിലാവ് കണ്ടു, അതാണ് നമ്മുടെ ചന്ദ്രൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ച് ഷോട്ടും കൂടെ എടുക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിരിക്കേ. അതൊന്നും കണ്ടില്ല.